ഹായ് വെൽക്കം ടു എന്ന വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന റൈറ്റപ്പ് ആണ്. റൈറ്റപ്പിന്റെ ഫോർമാറ്റ് ആണ് പഠിക്കുന്നത്. ആൻഡ് ബിഫോർ ദാറ്റ് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എല്ലാ ചാപ്റ്ററിന്റെയും ആരാണ് ഈ ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്, കഥയാണോ കവിതയാണോ, എന്താണ് സംഭവം, ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ എല്ലാതിന്റെയും സമ്മറി മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്ന റൈറ്റപ്പ് ആണ്. ഓക്കെ, അപ്പോൾ വി ഹാവ് എ ക്വസ്റ്റൻ ഹിയർ. Prepare a write-up of a very old man with enormous wings using examples from the story to explain human greed and how supernatural is blended with ordinary life എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്തായിരുന്നു? പ്രിപ്പയർ എ റൈറ്റപ്പ്. അപ്പോൾ ഒരു റൈറ്റപ്പ് എഴുതണം. ഏതിൻ്റെതാണ്? എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, അതായത് എ വെരി ഓൾഡ് മാൻ, വളരെ വയസ്സായിട്ട് ഒരാളുണ്ടായിരുന്നുള്ള വലിയൊരു ചിറകൊക്കെ ആയിട്ട് ആ ഒരു സ്റ്റോറിയുടെ റൈറ്റപ്പ് ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ അതിൽ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഹ്യൂമൻ ഗ്രീഡ്, മനുഷ്യന്റെ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്തിയാണ്, ആഗ്രഹം, വളരെയധികമുള്ള ആഗ്രഹം, ആർത്തി എന്നുള്ള അർത്ഥമാണ്. ആൻഡ് സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്, നമ്മുടെ ഈ വയസ്സായിട്ടുള്ള ആളിന് എന്തിനാണ് വലിയൊരു എനോമസ് ആയിട്ടുള്ള വിങ്സ് ഉണ്ടായിരുന്നില്ല. സോ അതൊരു സൂപ്പർ നാച്ചുറൽ അല്ലേ, നമുക്കൊന്നും തന്നെ എന്തില്ല, വിങ്സ് ഇല്ല നോർമലി. ഓക്കെ, സോ ഒരു വിങ്സ് ഉള്ള ഒരു വൃദ്ധൻ എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ. അപ്പോൾ അതും കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നിങ്ങൾ റൈറ്റപ്പ് എഴുതേണ്ടത്. അപ്പൊ ഏറ്റവും ആദ്യം നിങ്ങൾക്കൊരു കള്ളി വരച്ചിട്ട് എഴുതാം കേട്ടോ. ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് ഒന്ന് നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ല സ്കെയിലൊക്കെ വെച്ചിട്ട് ഒന്ന് കള്ളി വരയ്ക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം, ഒരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ട് വായിക്കാനായിട്ട് ടെൻഡൻസി ഉളവാക്കുന്ന രീതിയിലുള്ള ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. ഓക്കെ, ഹെഡിങ് ഉണ്ടായിരിക്കണം. ആ ഹെഡിങ് എന്ന് പറയുന്നത് കുറച്ച് വലുതാക്കിയിട്ട് ഇത്തിരി കട്ടി കൂട്ടിയിട്ട് എഴുതാം. ഓക്കെ, സൂപ്പർ നാച്ചുറൽ മീൻസ് ഹ്യൂമൻ ഗ്രീഡ്. ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ ചോദ്യത്തിലുള്ള ആ സെന്റൻസ് തന്നെ എടുത്ത് ഹെഡിങ് ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല. അപ്പൊ അതിൽ എന്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് കൂടെ വായിക്കാം. ഗബ്രിയേൽ ഗാർസിയ മാർക്യൂസ്, എപ്പോസ്ട്രോഫി എസ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ എന്നാണ് കേട്ടോ. രാഹുലിന്റെ എന്ന് പറയുമ്പോൾ രാഹുൽ എന്ന് പറഞ്ഞിട്ട് എപ്പോസ്ട്രോഫി ഇട്ടിട്ട്, എപ്പോസ്ട്രോഫി അങ്ങനെ ഇടുന്നേ കണ്ടോ, ഇവിടെ കണ്ടോ, ഒരു എപ്പോസ്ട്രോഫി കഴിഞ്ഞിട്ട് എസ്. അപ്പൊ അതിന്റെ അർത്ഥമാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിന്റെ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. അപ്പൊ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന പാഠഭാഗം. ടെയിൽ ഫോർ ചിൽഡ്രൻ, ആർക്കുള്ളതാണിത് ശരിക്കും? ഇത് കുട്ടികൾക്കുള്ള കഥയല്ലേ. ഓക്കെ, ടെയിൽ എന്ന് പറഞ്ഞ കഥ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. അപ്പൊ കുട്ടികൾക്കുള്ള ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ഇൻ ദ സ്റ്റൈൽ ഓഫ് മാജിക്കൽ റിയലിസം. മാജിക്കൽ റിയലിസം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറഞ്ഞു, സാധാരണ ഒരു വ്യക്തിക്ക് എന്തുണ്ടാവാറില്ല, ചിറകുകൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ള ചിറകുകളുണ്ട്. ഒരു ഇടിമിന്നലുള്ള ദിവസമാണ് അദ്ദേഹം നിലത്തോട്ട് വീണത് എന്നൊക്കെയാണ് പറയുന്നത്. സോ അതൊരു സൂപ്പർ നാച്ചുറൽ ആണല്ലോ, ഒരു അമാനുഷികമായിട്ടുള്ള കഴിവുകളാണല്ലോ അതിനെക്കുറിച്ചിട്ട്. പിന്നെ ഓർഡിനറി ലൈഫ് ഇസ് മിക്സ്ഡ് വിത്ത് സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ്. അപ്പൊ സാധാരണ ലൈഫും കൂടി പറയുന്നുണ്ട് കേട്ടോ. സാധാരണക്കാരായിട്ടുള്ള ഒരു അമ്മയും അച്ഛനും അവരുടെ കുഞ്ഞ് അതിന് വയ്യാതിരിക്കുന്നു, അങ്ങനെ കുറച്ച് ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് പറയുന്നത്, മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. ഫുള്ള് കംപ്ലീറ്റ്ലി എന്തല്ല, ഒരു മാജിക്കൽ കൈൻഡ് ഓഫ് സൂപ്പർ നാച്ചുറൽ അങ്ങനെയൊന്നുമല്ല, രണ്ടും മിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ മാജിക്കൽ റിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്റ്റോറി ഈസ് സെറ്റ് ഇൻ എ സ്മോൾ കോസ്റ്റൽ വില്ലേജ്. അപ്പൊ ഈ ഒരു കഥ നടക്കുന്ന എവിടെയാണ്? ഒരു കോസ്റ്റൽ വില്ലേജിലാണ്. കോസ്റ്റൽ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഒരു തീരപ്രദേശം, അല്ലെങ്കിൽ ഒരു കടലൊക്കെ ഉണ്ടല്ലോ, കടലിന്റെ ഒക്കെ ഒരു സറൗണ്ടിങ്ങിലൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനോട് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ കഥ നടക്കുന്നത്. ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ റിയാക്ട് വെൻ ദേ ഫേസ് സംതിങ് മിസ്റ്റീരിയസ് ദാറ്റ് ദേ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇറ്റ് ഷോസ്, ഇതിൽ കാണിക്കുന്നതാണ് ഹൗ പീപ്പിൾ റിയാക്ട്, എങ്ങനെയാണ് ആളുകൾ റിയാക്ട് ചെയ്യുന്നത് വെൻ ദേ ഫേസ് സംതിങ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള, നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത്, അവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ പറയാം, വെൻ ദ സ്റ്റോറി ബിഗിൻസ് പെലായോ ആൻഡ് എലിസെന്റാസ് ചൈൽഡ് ഈസ് സീരിയസ്ലി ഇൽ. അപ്പൊ കഥ തുടങ്ങുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? പെലായോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസെന്റ, ഇവരുടെ കുഞ്ഞിന് വയ്യാതിരിക്കുകയാണ്, സീരിയസ്ലി ഇല്ലാണ്, പനിയാണ്. ഡ്യൂറിങ് എ സ്റ്റോം പെലായോ ഫൈൻഡ്സ് an old man lying in the mud near their house. അങ്ങനെ ഒരു കൊടുങ്കാറ്റും മഴയും ഇടിയും ഒക്കെയുള്ള ഒരു ദിവസം എന്ത് കാണുന്നു? നമ്മുടെ പെലായോ ഒരു വയസ്സായിട്ടുള്ള ഒരു വൃദ്ധനെ കാണുകയാണ്. എവിടെയാ കാണുന്നത്? ചളിയില്, വീടിന്റെ അടുത്ത് ചളിയിൽ കുളിച്ച് കിടക്കുന്ന ആള്. ഓക്കെ, ദ മാൻ ഈസ് വീക്ക് എന്ന് പറഞ്ഞ ആൾ ഭയങ്കര ക്ഷീണിതനാണ്. WEEK ആണെങ്കിൽ വീക്ക്, ആഴ്ച. WEAK ആണെങ്കിൽ വീക്ക് എന്ന് പറഞ്ഞാൽ ക്ഷീണിതനാണ്. ഡേർട്ടി ആണ്, ഭയങ്കര ചെളിയൊക്കെ ആയിട്ട് കിടക്കല്ലേ. ആൻഡ് ഹെൽപ്ലെസ്, അതായത് ആരും സഹായിക്കാനില്ലാതെ ഓക്കെ ഇങ്ങനെ കെടുക്കുക, ചെളിയിൽ കെടുക്കുക. ഓക്കെ, ഇങ്ങനെ കണ്ടു. ബട്ട് ഹി ഹാസ് ലാർജ് വിങ്സ്. പക്ഷെ ഒരു പ്രത്യേകത പറയുന്നത്, അദ്ദേഹത്തിന് ഒരു വലിയ 2 ചിറകുകൾ ഉണ്ടായിരുന്നു. അൺഷുവർ ഓഫ് ഹൂ ഹി ഈസ്, അദ്ദേഹത്തിന് ഉറപ്പില്ല. നമ്മുടെ പെലയൊക്കെ മനസ്സിലായത് ആരത്, ഇങ്ങനൊരു സംഭവം ഉറപ്പില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു?
ദ കപ്പിൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കേട്ടോ, ഭാര്യയും ഭർത്താവും കൂടിയിട്ട് എന്ത് ചെയ്തു, ലോക്സ് ഹിം, ഈ വ്യക്തിനെ, ഈ വയസ്സായിട്ടുള്ള വ്യക്തിനെ ലോക്സ് ഹിം ഇൻ എ ചിക്കൻ കൂപ്പ്, എന്ത് ചെയ്തു, ഒരു കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി അടച്ചു. ഇവരുടെ കോഴിക്കൂട് ഉണ്ടായിരുന്നു, അവിടെ കൊണ്ടുപോയി അടച്ചു. When the child recovers, suddenly some villagers believe he might be an angel. ആണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടൊന്നും കുട്ടിക്ക് വയ്യായി കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സംഭവം വന്നതോടുകൂടിയിട്ട് ഈ വൃദ്ധൻ അതിനെ കണ്ടതോടുകൂടിയിട്ട് എന്ത് ചെയ്തു, ആ പനിയൊക്കെ മാറി, അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി. അപ്പൊ ചില വില്ലേജിലുള്ള ചില മുത്തശ്ശിമാരും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഇത് സാധാരണക്കാരായിട്ടുള്ള ആളല്ല, ഇതെന്താണ്, ഇത് ഒരു എന്തായിരിക്കാം, ഒരു ഏഞ്ചൽ ആയിരിക്കാം, മാലാഖ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ ന്യൂസ് സ്പ്രെഡ് ഫാസ്റ്റ് ആൻഡ് പീപ്പിൾ ഫ്രം നിയർ ബൈ പ്ലേസസ് കം ടു സീ ഹിം. അപ്പൊ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അടുത്തുള്ള ആളുകളൊക്കെ, അടുത്തുള്ള നമ്മുടെ അയൽക്കാരൊക്കെ എന്ത് ചെയ്തു, കാണാനായിട്ട്, ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, ഇതിനെ കാണാനായിട്ട് വന്നു. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഷോവിങ് കൈൻഡ്നസ് ദ വില്ലേജസ് മേക്ക് ഫൺ ഓഫ് ദി ഓൾഡ് മാൻ. അപ്പോൾ വയസ്സായിട്ടുള്ള ഒരു വ്യക്തിക്ക് സഹാനുഭൂതിയും ഒരു സഹായവും ഒരു സപ്പോർട്ടൊക്കെ അല്ലേ വേണ്ടേ, അതൊക്കെയാണല്ലോ കൊടുക്കേണ്ടത്. പക്ഷെ ഈ നാട്ടുകാരൊക്കെ എന്താ ചെയ്തത്, ഈ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഇതിനെ കാണാൻ വന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് കൈൻഡ്നസ്, ഒരു ദയം കാണിച്ചില്ല. അത് മാത്രമല്ല, ഇയാളിനെ കളിയാക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ദേ ട്രീറ്റ് ഹിം ക്രൂവലി, വളരെ ക്രൂരമായിട്ടാണ് അവർ ട്രീറ്റ് ചെയ്തത്. പെലയോ ആൻഡ് എലിസൻഡ സ്റ്റാർട്ട് ചാർജിങ് മണി ടു സീ ഹിം ആൻഡ് ബിക്കം റിച്ച്. ഈ വൃദ്ധനെ, വയസ്സായിട്ടുള്ള ഈ ചിറകുള്ള വൃദ്ധനെ കാണാനായിട്ട് ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ എലിസന്റെയും അതുപോലെ തന്നെ പെലയോ എന്ത് ചെയ്തു, അവർക്ക് അവരൊരു ചാർജ് ഈടാക്കി. ഓക്കെ, ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞിട്ട് ചാർജ് ഈടാക്കി. ഓക്കെ, അങ്ങനെ അവര് ഒരുപാട് പേര് കാണാൻ വന്നു. അങ്ങനെ ഇവർ ഭയങ്കര റിച്ച് ആയിട്ട് മാറി. ബട്ട് ദ ഓൾഡ് മാൻ ഈസ് ലെഫ്റ്റ് ടു സഫർ അലോൺ. അങ്ങനെ ഇവര് പണക്കാരാവുകയും ആ പാവപ്പെട്ട ആ വൃദ്ധൻ എന്ത് ചെയ്തു, എല്ലാം ഒറ്റയ്ക്ക് സഹിക്കേണ്ടി വന്നു. ഓക്കെ, പീപ്പിൾ ലോസ് ഇൻട്രസ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഇൻട്രസ്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടു. പീപ്പിൾ ലോസ് ഇൻട്രസ്റ്റ് എപ്പോഴാണ്, വെൻ എ സ്പൈഡർ വുമൺ ബിക്കംസ് എ ന്യൂ അട്രാക്ഷൻ. അതിന്റെ അപ്പുറത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്പൈഡർ വുമൺ വന്നു. ഇവിടെ ചിറകുള്ള ഒരു ഓൾഡ് മാൻ ഉണ്ടായ സമയത്ത് ഇവിടെ കാണാനായിട്ട് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് വേറെ ഒരു എന്താണ്, സ്പൈഡർ വുമൺ. അതൊരു പുതിയൊരു അട്രാക്ഷനായി. എന്തുകൊണ്ട് അവർ അങ്ങോട്ട് പോകാൻ കാരണം, സ്പൈഡർ വുമണ് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ പറയുകയും അതുപോലെ തന്നെ പൈസയും കുറവാണ്, അവിടെ പോകാനായിട്ട്, അതിന് കാണാനായിട്ട് പൈസ കുറവാണ്. ഫൈനലി ദ ഓൾഡ് മാൻ റീഗെയിൻ സ്ട്രെങ്ത്. അവസാനം നമ്മുടെ ഓൾഡ് മാൻ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഹെൽത്ത് ഒക്കെ ഓക്കെ ആയി, സ്ട്രെങ്ത് കിട്ടി, അങ്ങനെ ദൂരേക്ക് പറന്നു പോകുന്നു. എലിസൻഡ ഫീൽസ് റിലീവ്ഡ് റാദർ ദാൻ ഹിസ് ഡിപ്പാർച്ചർ സിംബലൈസ് ദ ബ്ലൈൻഡ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ടു സൂപ്പർനാച്ചുറൽ ഗ്രേസ്. Through the story, Marcus criticizes human greed and reminds readers that miracles can appear in simple and unnoticed forms. ഇത്രയുമാണ് നമ്മുടെ എന്ത് പറയുന്നു, റൈറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കൊടുത്തിട്ടുള്ള റിയലി എന്ത് മാത്രമാണ്, ഇതിന്റെ സമ്മറിയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ സമ്മറി നമ്മൾ വിവരിക്കുന്നതായിട്ടാണ് നമ്മൾ റൈറ്റബിൾ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി വെക്കണം, നിങ്ങൾക്ക് 5 മാർക്ക് 6 മാർക്ക് 4 മാർക്ക് മുതലാണ് മാർക്കുകൾ വരുന്നത്. 4, 5, 6 മാർക്കുകളാണ് വരുന്നത്. അപ്പോൾ ഈ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് എ വെൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഈ സമ്മറികൾ അറിഞ്ഞിരിക്കണം. നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ സമ്മറി, നല്ല ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റൈറ്റപ്പ് ആണെങ്കിലും ബാക്കിയുള്ള ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് ഡെഫിനറ്റ്ലി ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ എല്ലാത്തിനും സമ്മറി പഠിച്ചു വെക്കുക. എല്ലാത്തിനും സമ്മറി ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. താങ്ക് യു.